നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യം. മണലൂർ നിയോജക മണ്ഡലം തപാൽ വോട്ട് ക്രമക്കേട് റീകൌണ്ടിംഗ് ആവശ്യപ്പെട്ട് UDF ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് ഹർജി നൽകും. സംസ്ഥാനത്ത് UDFന്റെ ഉജ്ജ്വല വിജയത്തിൽ തൃപ്പയാറിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തി. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് വിവിധയിടങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടന്നു. വാർത്തകളിലേക്ക് വിശദമായി. മണലൂർ നിയമസഭാ മണ്ഡലത്തിലെ തപാൽ വോട്ടുകൾ ക്രമാതീതമായി അസാധുവാക്കപ്പെട്ട നടപടിയിൽ അസ്വാഭാവികതയുണ്ടെന്നും ഇതിനെതിരെ നിയമപോരാട്ടം നടത്തുമെന്നും UDF സ്ഥാനാർത്ഥി TN പ്രതാപിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് CC ശ്രീകുമാർ അറിയിച്ചു. പോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് 160 പോസ്റ്റൽ വോട്ടുകൾ കൂട്ടത്തോടെ അസാധുവാകാൻ കാരണം. സമ്മതിദായകർ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ബാലറ്റിനൊപ്പം ബാലറ്റിന്റെ കൗണ്ടർ ഫോയിൽ കൂടി അയക്കാൻ പോളിംഗ് ഓഫീസർമാർ വോട്ടർമാരെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇത്രയധികം വോട്ടുകൾ അസാധുവാകാൻ ഇടയാക്കിയത്. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ കേരള ഹൈക്കോടതിയിൽ ഇലക്ഷൻ ഹർജി ഫയൽ ചെയ്യാൻ UDF തീരുമാനിച്ചു. സമ്മതിദായകരുടെ ജനാധിപത്യപരമായ വോട്ടവകാശം നിഷേധിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്നും ചീഫ് ഇലക്ഷൻ ഏജന്റ് CC ശ്രീകുമാർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ UDFന്റെ ഉജ്ജ്വല വിജയത്തിൽ തൃപ്പയാറിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തി. UDF നേതാക്കളായ അനിൽ പുളിക്കൽ, BR വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, PM സിദ്ദിഖ്, KA കബീർ, AN സിദ്ധപ്രസാദ്, BD സന്ദീപ്, CG അജിത് കുമാർ, PSP നസീർ, PC മണികണ്ഠൻ, CR രാജൻ, P വിനു, ബിന്ദു പ്രദീപ്, ഷോല മഹേഷ്, സുബില പ്രസാദ്, സീന ഉണ്ണികൃഷ്ണൻ, സിന്ധു സിദ്ധപ്രസാദ്, ശ്രീവിദ്യ പ്രകാശൻ, രമ്യ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. വാദ്യഘോഷത്തിന്റെ അകമ്പടിയോടെയായിരുന്നു പ്രകടനം. മധുരം വിതരണം ചെയ്തും VD സതീശന്റെ ഫോട്ടോ വെച്ച് VD സതീശൻ കേരളം ഭരിക്കുമെന്ന പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് ആഹ്ലാദ നൃത്തം ചെയ്താണ് പ്രവർത്തകർ പ്രകടനത്തിൽ അണിചേർന്നത്. LDF നാട്ടിക മണ്ഡലം സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി പ്രകടനം നടത്തി. നാട്ടിക സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം തൃപ്പയാർ പോളി ജംഗ്ഷനിൽ സമാപിച്ചു. പ്രകടനത്തിന് LDF കൺവീനർ വിജയരാഘവൻ തട്ടുപറമ്പിൽ, ചെയർമാൻ KP ഹംസ, LDF നേതാക്കളായ മണി നാട്ടിക, MR ദിനേശൻ, BB പ്രദീപ്, ബിജു കുയിലംപറമ്പിൽ, രജനി ബാബു, സീമ രാജൻ, രജനി അനിൽകുമാർ, സുധീർ, ശ്രീജിത്ത്, ജിഹാസ് NM, മഹേഷ്, ധർമ്മൻ അന്തിക്കാട്, PC രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ആക്സ് തൃപ്പയാർ ബ്രാഞ്ചിന് മണപ്പുറം ഫൗണ്ടേഷന്റെ കൈത്താങ്ങ്. ആക്സിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആക്സ് തൃപ്പയാർ ബ്രാഞ്ചിലേക്ക് മണപ്പുറം ഫൗണ്ടേഷൻ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ നൽകി. മണപ്പുറം ഇൻഷുറൻസ് ബ്രോക്കേഴ്സിന്റെ സഹായത്തോടെയാണ് കമ്പ്യൂട്ടർ നൽകിയത്. മണപ്പുറം ഇൻഷുറൻസ് സെയിൽസ് ഹെഡ് ചന്ദ്രൻ ഇ.പി., മണപ്പുറം CSR വിഭാഗം ഹെഡ് ഷിനിത ആഷിഖ്, സോഷ്യൽ വർക്കർ അഖില, ആക്സ് തൃപ്പയാർ ബ്രാഞ്ച് സെക്രട്ടറി സന്തോഷ് മാടക്കായി, ട്രഷറർ പി മാധവ് മേനോൻ, ജോയിന്റ് സെക്രട്ടറിമാരായ അഭയ് തൃപ്പയാർ, പ്രേമലാൽ PR വലപ്പാട്, ജോയിന്റ് കൺവീനർമാരായ മുഹമ്മദ് ഫാറൂഖ്, സുവിത്ത് കുന്തറ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി ഗോപാലകൃഷ്ണൻ, ഡിൽഷ NB, പൊന്നൻ തൃപ്പയാർ, MS സജീഷ്, ഡ്രൈവർമാരായ രൺധീർ, ഷുബിൻ, യൂത്ത് അംഗങ്ങളായ അതുൽ, പ്രേമലാൽ, ആദിൽ, അഭയ് എന്നിവർ പങ്കെടുത്തു. ഞാൻ ആക്സിൻ്റെ ഒരു അംഗമെന്ന രീതിയിൽ ആക്സിന് വേണ്ടി ഇതേപോലെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആക്സിൻ്റെ ഒരു പ്രത്യേക ഉപകാരം കിട്ടാനായിട്ട് നമ്മളുടെ ഈ ഒരു ഭാഗത്തുള്ള എല്ലാവർക്കും സാധിക്കുന്നുണ്ട്. ഇവരുടെ ഒരു ഫ്രീ ഓഫ് കോസ്റ്റ് ഒരു സേവനം നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ആളുകളിൽ ഒരുപാട് പേരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും മാധവൻ സാർ പറഞ്ഞ പോലെ തന്നെ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് ആക്സിന് കഴിയും എന്നുള്ളൊരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെയും ആഗ്രഹം. കാരണം മണപ്പുറം ഫൗണ്ടേഷൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഭാഗം ആക്സും കൂടി അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരുപാട് ജനങ്ങളിലേക്ക് കൂടി മണപ്പുറം ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളുടെ ആ ഒരു തുക എല്ലാവരിലേക്ക് എത്തിക്കും. മറ്റു വാർത്തകൾ നോക്കാൻ വേണ്ടി വേളയ്ക്ക് ശേഷം. Manappuram Geeta Ravi Public School, the joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG Gold and Diamonds വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG Gold and Diamonds, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്. വാർത്തകൾ തുടരുന്നു. 18ാം നൂറ്റാണ്ടിലെ പ്രതിഭാസമ്പന്നനായ കവിയും തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവുമായ കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരുടെ ഓർമ്മദിനം ആചരിച്ചു. മണലൂർ തുള്ളൽ കളരിയിൽ നടത്തിയ ചടങ്ങ് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ഗുരു എന്ന നിലയിൽ ആരെങ്കിലും ഒക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് ഉണ്ടാകും. അവരെ തേടി പിടിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ കഴിവിനെ വളർത്തുന്നതിന് വേണ്ടി നമ്മളെ അടുത്ത് എത്തുന്ന ഒരു മഹാത്മാവ് ഉണ്ടാകും. ആർക്കും അത് അങ്ങനെയാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിൽ പല കഴിവുള്ള ആളുകളായി മാറുന്ന സ്ഥിതി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവരുടെ കഴിവുകൾ കണ്ടെത്തി അത് അഭ്യസിപ്പിച്ചുകൊണ്ട് അവരുടെ ഏത് കഴിവാണോ അവർ പ്രാഗൽഭ്യം തെളിയിക്കുന്നത് എന്ന് കണ്ടെത്തി അത് ഏറ്റവും പൂർണ്ണതയിലെത്താൻ അവരൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കലാക്ഷേത്രമാണ് ഇതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് കുഞ്ചൻ നമ്പ്യാരുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ഓട്ടംതുള്ളൽ ആചാര്യൻ മണലൂർ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. യുവ തുള്ളൽ കലാ പുരസ്കാര ജേതാവ് കലാമണ്ഡലം ജിനേഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം KV ഡേവിസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. നൃത്താധ്യാപിക പ്രസീത, ചണ്ടാധ്യാപകൻ സുമേഷ് ബ്രഹ്മകുളം, ബബിൽനാഥ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഓട്ടംതുള്ളൽ ചൊല്ലിയാട്ടവും ഉണ്ടായിരുന്നു. ശിവനു മിക പിറന്നൊരു ഓമലുണ്ണി ഗണേശ വന്ദിച്ചു രക്ഷിച്ചു മതിമാൻ മാരുതി തന്റെ മതികൊണ്ടു നിരൂപിച്ചു ആ കരുത്തുള്ള രാജന്റെ കരുത്തിനു പിറന്നൂരു കരുത്തുള്ള സഹജന്റെ കരത്തിന്റെ കരത്തിന്റെ കരത്തിലൊന്നറിയണോ. വ്യാപാര വ്യവസായ ഏകോപന സമിതി ചാഴൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗം ചാഴൂർ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്നു. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. വലിയ സന്തോഷം. നിങ്ങളുടെ ഈ ചെറിയ പ്രദേശത്ത്, ചാഴൂർ എന്ന് പറയുന്ന ഈ കൊച്ചു പ്രദേശത്ത് നമ്മുടെ വ്യാപാരികൾ വർഷങ്ങളായി ഒരുമിച്ച് നിൽക്കുകയും ആ ഒരുമിച്ച് നിൽക്കലിലൂടെ നമുക്കും അതോടൊപ്പം സമൂഹത്തിനും നേട്ടമുണ്ടാകുന്ന രീതിയിൽ ഈ സംഘടനയെ ചലിപ്പിക്കാനുമൊക്കെ ഈ സംവിധാനത്തിന് കഴിയുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് സംഘടന ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതിലൂടെ നമ്മുടെ പ്രയാസങ്ങളെ ലഘൂകരിക്കാനാണ് എപ്പോഴും സംഘടന ശ്രമിക്കുന്നത്. വ്യാപാര മേഖലയിൽ ഒട്ടനവധി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഓരോ കാലഘട്ടം മാറി വരുമ്പോഴും നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറി വന്നിട്ടുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് KR ആന്റണി അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റും നാട്ടിക നിയോജക മണ്ഡലം ചെയർമാനുമായ KK ഭാഗ്യനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ജോയിന്റ് സെക്രട്ടറി KS ജയശീലൻ അനുശോചനം രേഖപ്പെടുത്തി. യൂണിറ്റ് സെക്രട്ടറി KV മോഹൻദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ വിൻസെന്റ് സൈമൺ വാർഷിക കണക്ക് അവതരിപ്പിച്ചു. യൂത്ത് വിംഗ് നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ താജുദ്ദീൻ കാവുങ്ങൽ,
വനിതാ ചെയർപേഴ്സൺ ഷീല പ്രേംരാജ്, വനിതാ വിംഗ് പ്രസിഡന്റ് ജിഷ രാജേഷ്, വനിതാ വിംഗ് സെക്രട്ടറി ജുബീന ഷഫീഖ്, കമ്മിറ്റി മെമ്പർമാരായ സത്യൻ NB, ES പീതാംബരൻ, വൈസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ KS എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കലാകായിക വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം നേടിയ മെമ്പർമാരുടെ മക്കളെ യോഗത്തിൽ ആദരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. അടിയന്തര ഘട്ടങ്ങളിൽ സഹായത്തിനായി വിളിക്കാവുന്ന പോലീസിന്റെ അടിയന്തര പ്രതികരണ സംവിധാനമായ 112 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ച് വ്യാജ സഹായ അഭ്യർത്ഥന നടത്തിയ സംഭവത്തിലെ പ്രതി അറസ്റ്റിലായി. തളിക്കുളം പത്താങ്കല് സ്വദേശി പണിക്ക വീട്ടിൽ ഷാഹിദാണ് പിടിയിലായത്. അടിയന്തര പോലീസ് സഹായം ആവശ്യമുണ്ടെന്ന് ഇയാൾ പ്രതികരണ സംവിധാനത്തിന്റെ കൺട്രോൾ റൂമിലേക്ക് അറിയിക്കുകയും ഈ വിവരം വാടനപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയും ചെയ്തു. സ്റ്റേഷനിൽ നിന്നും തിരികെ വിളിച്ചപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ട നിലയിൽ സംസാരിച്ച ഇയാൾ കൃത്യമായ വിവരങ്ങൾ നൽകാൻ തയ്യാറായില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഷാഹിദ് മനഃപൂർവ്വം പോലീസിനെ കബളിപ്പിച്ചതായി കണ്ടെത്തി. വാടനപ്പള്ളി SI AK ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കഞ്ചാവ് കേസിലും അടിപിടി കേസുകളിലും പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിലും ഉൾപ്പെടെ 11 ക്രിമിനൽ കേസുകളുടെ പ്രതിയാണ് ഷാഹിദ്. പടിയം സ്പോർട്സ് അക്കാദമിയുടെയും തൃശൂർ ജില്ലാ ഇൻഡോർ ബാഡ്മിന്റൺ അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ബാഡ്മിന്റൺ ടൂർണമെന്റിൽ തൃശൂരിൽ നിന്നുള്ള സിനാനും വിശ്വജിത്തും ജേതാക്കളായി. ടൂർണമെന്റിലെ വിജയികൾക്ക് അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 32 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഷാൻഡോ, ക്ലിൻഡോയും റണ്ണേഴ്സപ്പായി. പ്രസിഡന്റ് ദിനേഷ് എറണാകുളത്ത്, സെക്രട്ടറി റിനീഷ് ചന്ദ്രൻ, ട്രഷറർ ഷിബു പൈനൂർ, ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ സുധൻ പള്ളിയിൽ, മുൻ പ്രസിഡന്റ് CV സാബു, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ അജയൻ കൊച്ചത്ത്, രഘു തൊപ്പിയിൽ, സുമേഷ് അപ്പുക്കുട്ടൻ, സജിത്ത് ഷൺമുഖൻ, ബാബു വൈക്കത്ത്, ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണലൂർ നിയോജക മണ്ഡലം തപാൽ വോട്ട് ക്രമക്കേട്, റീകൌണ്ടിംഗ് ആവശ്യപ്പെട്ട് UDF ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് ഹർജി നൽകും. സംസ്ഥാനത്ത് UDFന്റെ ഉജ്ജ്വല വിജയത്തിൽ തൃപ്പയാറിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തി. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് വിവിധയിടങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.